ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, ഈ ട്വിസ്റ്റുകൾ, ക്ലൈമാക്സിലെ റിവീലുകൾ, അതൊക്കെ ഇത് ഇവിടെയും വരുന്നുണ്ടോ ആ സാമ്യങ്ങളൊക്കെ? എനിക്ക് നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ? കാരണം ഈ ബെഞ്ച് മാർക്ക് കാരണം ജീവിക്കാൻ മേല. കാരണം ബേസിക്കലി എന്താ പറയുക, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു, അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു. ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട്, കോർട്ട് റൂം ഡ്രാമ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്കിൻ്റെ ഒരു ഇതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ പ്രോബ്ലം അതാണ്. അപ്പം ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ വേറൊരു ദൃശ്യം 1ഉം 2ഉം തമ്മിൽ കമ്പയർ ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കാം. അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുകയാണ്. അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയാം, എൻ്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും തമ്മിൽ കണക്ട് ചെയ്യണ്ട. ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം, ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു കുറേ നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ്. അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജിത്തു ജോസഫിൻ്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് വരരുതേ. ഇതൊരു ഒരു വ്യത്യസ്തമായ ഒരു സിനിമ, ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക. അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട്, അല്ലെ ഭയങ്കരമായ ഹ്യൂമർ ഉണ്ട്, അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു ഡിഫറെൻറ്റ്, അതേ ഞാൻ പറഞ്ഞു, ഒരു വ്യത്യസ്തമായൊരു സിനിമ എന്ന് കരുതി ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, ലോകത്തിൽ ഇന്നേ ഒരു ആരും എന്നൊന്നും അവകാശപ്പെടുന്നില്ല. പക്ഷേ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ എന്നാണ് എൻ്റെ വിശ്വാസം.